കുഞ്ഞോ എനിക്ക് എത്ര വയസ്സായി? അൻപത്തിനാല് വയസ്സായിട്ടുള്ളൂ. നമ്മളെ ഭ്രാന്താലോചിച്ച് നോക്കിന് ഈ ബേസന്മാര് ഏതെങ്കിലും ടൂർ നടക്കാന്നാണ് ഏതെങ്കിലും പോകാറുണ്ട്. ഓരോരുത്തർ നമ്മളെന്തൊക്കെയാ പറയണ്ടാവില്ല ഇപ്പോൾ. പക്ഷെ ഇതിനൊന്നും ഒരു പ്രായമില്ല. ആവതുള്ള ടൈമിന് പോവുക, അല്ലാതെ നമ്മൾ കുറേ ലോകത്ത് കടന്നുകൊണ്ടുള്ള പണി മുഴുവനും എടുത്ത് പട്ടിമാരി നയിച്ച് പേടിക്ക് ലാസ്റ്റ് മുട്ടുംകാല് വേദന, പള്ളവേദന, തെങ്ങുവേദന ആരും തിരിഞ്ഞൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെങ്കിലും ഇടത്തരം പെട്ട ചെറുപ്പക്കാരൊക്കെ ഓലിങ്ങനെ പോകുമ്പോൾ നമുക്ക് പോകാൻ കഴിയാത്തതിൻ്റെ സങ്കടം. ജപ്പാനെ കുറിച്ചൊക്കെ ഓല് പോകുമ്പോൾ ഇതൊക്കെ ഇപ്പം ഞങ്ങളെത്ര കണ്ടാൽ നമുക്ക് പറയാം, സമാധാനത്തോടുകൂടി പറയാം അല്ലേ. അപ്പോൾ നമ്മൾ പോകണമെന്ന് ചിലവർ അറിയേ എത്ര പോലെ കഥ ഭ്രാന്താണെന്നൊക്കെ ചോദിച്ചിട്ട് നടക്കും. പോകണം കഴിയുന്നിടത്തോളം പോവുക. ഇന്ന് കാലത്താവാൻ മനുഷ്യൻ കടപ്പിലാകുക എന്ന് പറയാൻ പറ്റില്ല. അത്രയും കാലം പോവുക. ഞാൻ എൻ്റെ ഇതങ്ങനെ കേട്ടോ. ഇനിയിപ്പോൾ കുറേ ഇനിയുള്ള കാലത്തൊന്നും മക്കൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഓല പണിയാക്കി പോകും ഒരു കാലം കഴിയുമ്പോഴേ അല്ലേ. ഓലിക്കിപ്പോൾ നമ്മൾ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മക്കൾ മരക്കളാണ് അടുക്കളയിൽ സഹായിച്ചാൽ ഒരു പെണ്ണിട്ടി ഒരു പണിയും ഓർക്കും പണി മരകൾക്കും പണി എന്നിട്ട് ഓല് വേറെ പോവും. ഓരോ ഓല അതായി കഴിഞ്ഞാൽ ഓല് പോവും. അവൻ ഗൾഫിലാണെന്ന് വെച്ചെങ്കിൽ അവന് ഗൾഫിലാണ് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ കൂടും. ഇവിടെ പിന്നെ നമ്മളിങ്ങനെ മറ്റേ കണ്ണട്ടന്മാർ പറഞ്ഞമാര് പിന്നെ പെരൻ്റെ മോന്തയത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അന്നുകാട്ടി കിടക്കുക. ആരുമില്ല, ഒന്നുമില്ല മരിക്കാൻ. ഞാൻ പറയുന്നുണ്ട് സാറേ, എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഒരു നിയമം വെച്ച് പറയാം, ആവുന്ന കാലത്ത് എല്ലാവരും പോകണം. അല്ലാതെ ഇതിങ്ങനെ വെറുതെ കെട്ടി കൂട്ടിങ്ങാണ്ട് ഇപ്പോൾ ഒരു നേരെ പറിച്ചിപ്പോൾ ഒരു പൈസ കാരണം കാണിച്ചെങ്കിൽ ഈ പോകാൻ മടിച്ചതിനോട് നമ്മൾ ചോദിച്ചാൽ അങ്ങോട്ട് പോകണം, തീരെ താല്പര്യമില്ല അമ്മമാർക്ക്. എന്താണെന്നാണ് താല്പര്യമില്ല. ഒരാഴ്ച അവിടെ പണി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒഴിവാകും. താല്പര്യമില്ലാന്ന് പറയാം. ഓലെന്താ വിചാരിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ പൈസക്ക് ഭയങ്കര ചിലവാണ്. ഇപ്പം നമുക്ക് എത്ര റുപ്യ ചിലവാകും? അണ്ട് ഓരോ ചായയും കുടിച്ചു, ഒരു 110 റുപ്യേൻ്റെ എണ്ണ അടിച്ചു. അത് നമ്മളിങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ അരക്കട്ടം കടിയിട്ടൊന്നും ഒരു കാര്യമില്ല. അത് അതിനനുസരിച്ച് പോകും. നമ്മളുണ്ടാക്കുക. ഇപ്പം നമുക്ക് ഇന്നിപ്പോൾ ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ നമുക്ക് എടുക്കാൻ പോകേണ്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകും. ആവുന്ന കാലത്ത് പോവുക. അതൊക്കെ പോവും. ഒറ്റയ്ക്ക് പോവുകയും ചെയ്യരുത്. കൂട്ടം കുടുംബം പോരാണ്ടോ ഓലയും കൊണ്ടുപോകണം. കുട്ടികളും മക്കളൊക്കെ പോരുന്നുണ്ടോ ഓലയും കൊണ്ടുപോകണം. പിന്നെ നമ്മളെ പോരുന്നമാതിരി ഓല കൊണ്ടുകൊണ്ട് കജ്ജൂല്ല. നമ്മളെ അപ്പം പിടിച്ചിട്ടാണ് പോരുക. അപ്പോൾ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ടൂറ്, അത് കൂട്ടം കുടുംബമൊക്കെ വളരെ പോകുമ്പോൾ ഒരു ഇതുണ്ടാവും. ഇതിപ്പോൾ നമ്മളൊക്കെ പാട്ട് തട്ട് പോലെ ഒറ്റ പോക്ക്. ഞാനൊന്നും ആയിട്ടെല്ലാം പിന്നെ എന്നൊക്കെ ഇതൊക്കെ ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ആയുസുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് ഇനി കാണാൻ കഴിയില്ല. മുട്ടും കാല് വേദനയും തലവേദനയും അതൊക്കെയാണ് മുട്ടുക്കും മനസ്സിലാകാം. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും പോകണം. കുടുംബത്തിനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കുടുംബത്തിനെയും കൊണ്ടുപോകണം. ഞാൻ അതിൻ്റെ ആളാണ്. പറ്റുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും പോകും. കുടുംബത്തിനെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ കുടുംബത്തിനെ കൊണ്ടുപോകാം. അപ്പം നമ്മൾ ഈ പോകുന്നവന്നൊക്കെ ഇത് വൈകുന്നേരം രാവിലെ അങ്ങോട്ട് നീച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആളെ അടുക്കളയിൽ. പിന്നെ വൈകുന്നേരം ആ അടുക്കള കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ആയിക്കഴിഞ്ഞാൽ അവിടെ പാത്രം ഏത് പ്രശ്നമാണ്. ഇതിൽ വേറെ ആയിക്കാണ് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം തന്നെ എങ്കിലും എല്ലാവരും ഒന്ന് പുറത്തുനിന്ന് അടുക്കള പണിയും പറഞ്ഞ അടിച്ചുകാട്ടും പറഞ്ഞൊക്കെ അന്നത്തെ പണിയാണ് നിർത്തിക്കാണ്ട് അന്ന് പുറത്തുനിന്ന് ചിലവ്. ഞാൻ വേറെ ഉണ്ട്, ഈ പുറത്തത്തെ ചിലവിൽ തീരെ താല്പര്യമില്ല. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് കഴിഞ്ഞാൽ
ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെച്ചുണ്ടാക്കിയാണ്ട് പുറത്തുകൊണ്ടുപോയി കഴിച്ചു. ആ അതെ അങ്ങനെ അല്ലാതെ ഹോട്ടലിൽ പോയിട്ട് ഹോട്ടൽ കയറാൻ അത്ര നല്ല സംഗതിയൊന്നുമല്ല. അതിനോട് ഞാൻ ചോദിച്ചില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഓർക്കൊരു ദിവസം ലീവ് കൊടുക്കാന്നുള്ളതാണ്. അപ്പം ഇനി എങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യണം. നമ്മൾ വെറുതെ ഇത്രയും കാലം മനുഷ്യനെ മുന്നേ ഉണ്ടാക്കിയിട്ടിങ്ങാണ്ട് ആയുസിൽ മനുഷ്യന് ഭൂമിയിൽ തന്നെ പറച്ചമ്പരാൻ നമുക്കൊക്കെ ആയുസ് തന്നിക്കണേ. പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്യണം. ടൂർ പോകുമ്പോൾ മാവാച്ചവനെ മറ്റുള്ള ആൾക്കാരെ ഇപ്പൊ ഞാൻ പറയാം, നമ്മളീ പോരുന്നവർ വേറെ ഞങ്ങൾ പോകുന്നു, ഒരു കണ്ടുപിടിച്ച് ഓരോ വേറെ ഉദ്ദേശിക്കാം. അതെ, അമ്മമാരുടെ പരിപാടിക്ക് പോകാൻ പാടില്ല. അത് ഒരു കാര്യമായിട്ട് തന്നെ ഇപ്പൊ ഈ കടമ്പോർക്കൊക്കെ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് പോലെ അങ്ങോട്ട് പോകണം. അതെ, ഒരു കണ്ടുപിടിച്ചാൽ വേണ്ടി പോയ കാരണം. അതെ, അമ്മമാരുടെ പരിപാടി ഒന്നും ചെയ്യാൻ പാടില്ല. അത് ഇതായുള്ള കാര്യമല്ല. പോവുക, ഇങ്ങനത്തെ മാതിരിയുള്ള ഓരോ പച്ചപ്പുകളൊക്കെ കാണുക, നല്ല സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണുക. ഇപ്പം നമ്മളിവിടെ കുത്തിരിക്കണതാണ്. നമ്മളിപ്പോൾ എത്ര കിലോമീറ്റർ പോകുന്നിട്ട് അപ്പോഴും ഇവിടെ എന്തെങ്കിലും ഒന്നുണ്ടോ? അതാണ് ഇപ്പം നമ്മൾ പോന്നപ്പോൾ തന്നെ എത്ര ടീമിന് ഇപ്പം നമ്മളുണ്ട് പോയിരുന്നു. അപ്പം അന്ന മാതിരി എല്ലാവരും പോകണം. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ചിലർ അറിഞ്ഞാൽ അവിടേക്ക് പോകാൻ പൈസ അല്ല, പോയി പണി ഒന്നും വേണ്ട. ദിവസം ഒരു 100 ഉറുപ്പിക എടുത്താൽ പണിക്കോണം തന്നെയാണ് ചെയ്യും. ദിവസം 100 ഉറുപ്പിക എടുത്താൽ മതി. ഏകദേശം 2000 ഉറുപ്പിക 3000 ഉറുപ്പിക ഒരു മാസത്തിലൊരു ടൂറിലേക്ക് പോകും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടബാധ്യതകളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കടങ്ങൾ തീർന്നിട്ടും പാരാപ്തം തീർന്നിട്ടും ഒന്നും നടക്കില്ല. അത് തീർന്നിട്ടൊന്നും നടക്കില്ല. അല്ലേ? ഇപ്പം നമ്മൾ 55 വയസ്സുകാരാണ്. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ഇപ്പം ഇനി എത്ര ഉണ്ടാവുക നമ്മൾ ആർക്കും പറയാൻ പറ്റില്ല. നമ്മൾ പോയി. അപ്പം ഞാൻ എല്ലാവരോടും പറയണതാണ് പോവുക. 54 വയസ്സായി. അത് ഞാനൊക്കെ ഒരേ പ്രായക്കാരനാണ്. മെയ് 18 എൻ്റെ ഈ വരുന്ന മെയ് 18. മെയ് 18 അത് കഴിഞ്ഞാൽ വേണ്ട ഓണുണ്ടെങ്കിൽ അത് ടീം ഒലിഞ്ഞ് അവിടെ പോയി വീട്ടിൽ പോയി സെറ്റിലാവും. അവിടെ പോയിക്കൊണ്ട് നാളെ രാവിലെ പോകും. ഇപ്പോൾ ഒന്നാമത് ഈ ഇത് പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ രാവിലെ വൈകുന്നേരം പോവുക, നേരം പോയിക്കോ തിരിച്ചു പോകും. അപ്പം അങ്ങനെയാണ് പറഞ്ഞത്. എല്ലാവരും പോയിക്കോളും.